ഹലോ, എന്ത് പറയണു നമ്മുടെ മന്ത്രി അദ്ദേഹം? എന്ത് പറയാൻ? ഇത്രയൊക്കെ ആയിട്ട് അങ്ങനെടാ വളിച്ച ഹ്യൂമർ സെൻസിന് മാത്രം യാതൊരു കുറവുമില്ല. വിദൂഷക വിഷം. എങ്ങനെയുണ്ടായിരുന്നു എന്റെ പെർഫോമൻസ്? 1-2 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നീ മിസ് ചെയ്തു. ഞാൻ പ്രത്യേകം നോട്ട് ചെയ്ത് തന്നതല്ലേ? അത് മിസ് ചെയ്തതല്ല, ഞാൻ മനഃപൂർവ്വം വിട്ടുകളഞ്ഞതാ. പ്രതിയെ നിർത്തിപ്പൊരിക്കാൻ ഇത് നന്ദന്റെ കോടതിയല്ല, ലൈവായി നാട്ടുകാരെ മുഴുവൻ കാണുന്നതാ. ഇങ്ങനെ അയാളുടെ പുറകെ നടന്ന് മണിക്കൂർ ഇടവിട്ട് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഒരുമാതിരി ബോർ ഇടപാടല്ലേ? വേറെ നിവൃത്തിയില്ലല്ലോ. നന്ദൻ ഭക്ഷണം കഴിച്ചോ? ഭക്ഷണം നീ സദ്യ ഉണ്ടാക്കി വെച്ചിട്ടാണല്ലോ പോയത്. കുഴപ്പമില്ല, ഞാൻ വല്ല ദോശ ഉണ്ടാക്കി വെച്ചോളാം. തോമസ് ചാക്കോ ഞങ്ങൾക്ക് ഇവിടെ സ്പെഷ്യൽ മട്ടൻ കറി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സൂക്ഷിച്ചു കഴിച്ചാ മതി. നാട്ടുകാരെ പറ്റിച്ച കാശുകൊണ്ട് ഉണ്ടാക്കിയ മട്ടൻ കറിയാ, ദഹിക്കില്ലേ? എന്തൊക്കെ പറഞ്ഞാലും ആളുകളെ പ്ലീസ് ചെയ്യുന്നതിൽ പുള്ളി കഴിഞ്ഞുള്ളൂ വേറെ ആരും. അവിടെ താമസം ഓക്കെ അല്ലേ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ മോഹന്റെ ബ്രദറിന്റെ അവിടെ. നിനക്ക് നമ്പർ വേണോ? ഒന്നും വേണ്ടെന്നേ, ഐ എം പെർഫെക്റ്റ്ലി ഫൈൻ. നാളെ മാറങ്കര ഹിയറിംഗ് ഉള്ളതല്ലേ? അതെ, കോടതി പോകുന്നതിന് മുമ്പ് നാളെ അവിടെ വരെ ഒന്ന് പോണം. വിധി അനുകൂലമാവാൻ വേണ്ടി അവരുടെ അവിടെ നേർച്ച പൂജ എന്തൊക്കെയുണ്ട്. ഒന്ന് മുഖം കാണിച്ചില്ലേ അവർക്ക് അത് വിഷമാവും. ഇത്തവണ നമ്മൾ ജയിക്കാൻ പോകുന്നു നന്ദൻ. എന്തോ എന്റെ മനസ്സങ്ങനെ പറയുന്നു. എന്നിട്ട് വേണം നാളത്തെ പത്രസമ്മേളനത്തിൽ ആ തോമസ് ചാക്കോയെ എനിക്ക് പൊരിക്കാൻ. നോക്കാം. വമ്പൻ സ്രാവുകളാ മറുഭാഗത്ത്. ഒന്നും ഉണ്ടാവില്ല, ഒക്കെ നന്നായി നടക്കും. ഞാൻ പ്രാർത്ഥിക്കും. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അണലി ഷാജിക്ക് ജാമ്യം. കുപ്രസിദ്ധമായ ചാക്കോവധ കേസിൽ 1-ാം പ്രതി അണലി ഷാജി എന്നറിയപ്പെടുന്ന മാറങ്കര മുറിപ്പാട് വീട്ടിൽ എസ് ഷാജഹാന് ജാമ്യം. തെളിവുകൾ തേച്ചുമാച്ച് കളഞ്ഞത് ഷാജിക്കുള്ള ഉന്നത രാഷ്ട്രീയ ബന്ധമാണെന്നാണ് ചാക്കോയുടെ ബന്ധുക്കളുടെ ആരോപണം. അണലി ഷാജി എന്തായാലും പേര് കൊള്ളാം. മുറിപ്പാട് വീട്, വീട്ടുപേര് അതിലും കൊള്ളാം. എവിടെ നോക്കട്ടെ. അയ്യോ, കണ്ട എന്ത് പാവമാണല്ലേ. നടുറോട്ടിലിട്ട് ഒരുത്തന് പട്ടാപ്പകല് വെട്ടിക്കൊന്നവന് ജാമ്യം. ഇത് കലികാലമല്ല, കൊലകാലമാ. നാളെ എങ്ങനെയെങ്കിലും ഒരു ലീവ് ഒപ്പിക്കണം. നിങ്ങളൊക്കെ നാളെ ലീവല്ലേ? എന്തിന്? എന്റെ തങ്കപ്പെട്ട, നിങ്ങൾ ഈ 9-ാം ഉത്സവത്തിനും കൂടി കൂടില്ല എന്ന് വെച്ചാൽ കഷ്ടാണ് കേട്ടോ. നീ എന്നെ ഉപദേശിക്കല്ലേ സത്യ. നിന്നെക്കാൾ ഒരു 10 ഉത്സവം കൂടുതൽ കൂടിയാനാ ഞാൻ. പക്ഷെ അതിന്റെ അഹങ്കാരം ഉണ്ടോ നോക്കി. അല്ല, അറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കാം സത്യേട്ടാ, എന്താ നിങ്ങളുടെ ഉത്സവത്തിന് ഇത്രയും പ്രത്യേകത? എടോ നസ്രാണി, തനിക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഓർമ്മ വെച്ച നാൾ തൊട്ട് ഇന്ന് വരെ ഞാൻ 9-ാം ഉത്സവം കൂടാതിരുന്നിട്ടില്ല. ഒരിക്കലും എനിക്കതിന്റെ പുതുമ നശിച്ചിട്ടുമില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇന്നലത്തെ കഥകളി എങ്ങനെ ഉണ്ടായിരുന്നു സത്യ? അസാധ്യം. നാണു ആശാൻ കലക്കി. കളി കഴിഞ്ഞപ്പോ പുലർച്ചെ 1:30 മണിയായി. അപ്പൊ ഇന്ന് സത്യേട്ടൻ ചാലക്കുടി പാല എത്രയും ഉറങ്ങണ ലക്ഷണമാക്കപ്പേട്ട. ഇല്ല മോനെ, ഇന്ന് ഞാൻ ഉറങ്ങുന്നേ ഇല്ല. നല്ല എനർജി. നീ കളിക്ക. നിന്റെ അടുത്തിരുന്ന് കളിക്കുന്നവനെ സമ്മതിക്കണം. അതെ, ശരി, 4 മണിക്ക്. ഞാൻ എത്തും. ഈ ചാനലുകാരെ കൊണ്ട് തോറ്റു. ചാനലുകളിൽ സംസാരിച്ച് ഏതാണ്ട് ഒരു രാഷ്ട്രീയ നേതാവിന്റെ ടോൺ വന്നിട്ടുണ്ട് ഇപ്പൊ തങ്കമ്മയ്ക്ക്. അല്ലടാ സുധി, പിന്നെ വലിയ പുള്ളിക്കാരത്തെ പോയില്ലേ ഇപ്പോ. 24-ാം തീയതി 2 മണിക്ക് തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ വെച്ച് സദാചാര വിരുദ്ധമായിട്ട് നമ്മുടെ മന്ത്രി എന്താ ചെയ്തത്? വക്കീലിനോട് എന്തിനാ മറക്കുന്നത്? അന്ന് ഞാൻ അവിടെ ചെന്നു. ഈ മണല് വാരിൽ നിർത്തിയില്ലെങ്കിൽ അയാളുടെ വീട്ടിന് മുമ്പിൽ സത്യാഗ്രഹം ഇരിക്കുമെന്ന് പറഞ്ഞു. നിങ്ങൾ ഇത് ആരാ നോക്കിയേ? ഹലോ. അതെ. അപ്പൊ അയാളുടെ വക ഒരു തമാശ. വീടിന്റെ മുമ്പിലാക്കണ്ട, അത് വരണോർക്കും പോണോർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാവൂന്ന്. ഒരു വശത്തേക്ക് മാറിയിരിക്കാമെങ്കിൽ അയാളെ എന്നെ ഷെഡ് കെട്ടി തരാന്ന് സത്യാഗ്രഹിക്കാൻ. സാധാരണ ജനങ്ങൾക്ക് അത്രയൊക്കെ സൗകര്യങ്ങൾ ഒരു മന്ത്രിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമോ അത്ര? അപ്പൊ എനിക്ക് ചൊറിഞ്ഞു വന്നു. എനിക്ക് മനുഷ്യനോട് ജീവിക്കാൻ പറ്റാണ്ട് ചക്രശ്വാസം വലിക്കുമ്പോഴാ അങ്ങനോട് ഒരു തമാശ. ഞാൻ വായി തോന്നിയൊക്കെ വിളിച്ചു പറഞ്ഞു. പിന്നെന്താ, പിന്നെ ഇങ്ങ് പോന്നു. എന്ത് കേട്ടാലായി കൂര് നാണമില്ല. കാലമാട കാട്ടോത്തിന്റെ ജമ്മല്ലേ.
അപ്പോ ഈ പറയുന്ന പോലെ കാര്യങ്ങളൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല. അത് പിന്നെ കൊല്ലം എത്രയാ അവര് ഈ അക്രമം തുടങ്ങിയിട്ട്? പൊന്നാന്നും പറഞ്ഞല്ലേ അവര് ഞങ്ങളുടെ ഈ മണ്ണ് വാരി കൊണ്ട് പോണേ. എന്നിട്ട് ഈ മണല് വാരല് നിർത്താനല്ലല്ലോ സർക്കാർ പറയുന്നത്. തെര കയറി ചാവണ്ടെങ്കിൽ ഇവിടുന്ന് മാറി താമസിച്ചോളെ. ഈ കടപ്പുറം വിട്ട് ഞങ്ങൾ എവിടെ പോവാനാ? ചാവുന്നെങ്കിൽ എല്ലാരും ഇവിടെ കിടന്ന് ചാവട്ടെ. അതിനല്ലേ തങ്കമ്മേ കോടതിയിൽ കേസ് പറയണത്? ഉവ്വ്, കേസ് ഞങ്ങളുടെ പോലുള്ളവരുടെ കൂടെ ഒരു കോടതി ഉണ്ടാവില്ല. വക്കീല് പറഞ്ഞിട്ടല്ലേ കഴിഞ്ഞ ഇലക്ഷനിൽ ഇവിടുന്ന് ആരും വോട്ട് ചെയ്യാൻ വരാതിരുന്നത്. എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? ഈ പറയുന്ന ചാനലിലൊക്കെ എന്റെ കൂടെ വക്കീല് വന്നിരുന്നല്ലോ. അവരോടൊക്കെ ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഞാൻ കരഞ്ഞു പറഞ്ഞല്ലേ. എന്നിട്ട് ഒരുത്തരം തിരിഞ്ഞു നോക്കിയില്ലല്ലോ. അതെ, രാത്രി 10 മണിക്ക് കേരള ടിവിക്കാർ ഒരു പ്രോഗ്രാം വെക്കട്ടെ എന്ന് നീ സംസാരിക്കേ. എനിക്കൊന്നും സംസാരിക്കണ്ട. ലൈവ് ആണെങ്കിൽ വരാന്ന് പറയും. ഇല്ലെങ്കിൽ അവന്മാര് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കട്ട് ചെയ്ത് കളയും. ആ അതെ, ഒരു പ്രശ്നമുണ്ടേ, ഞാൻ ഇപ്പൊ പിന്നീട് അങ്ങോട്ട് എല്ലാവർക്കും വിളിക്കാം. തങ്കമ്മ വേണം. നാണം കെട്ടവര്. ഇവനൊക്കെ ജനങ്ങളുടെ മുമ്പിൽ പരമാവധി നാറ്റിക്ക. അത് തന്നെയാ എന്റെ ഉദ്ദേശം. ഈ നാട്ടിൽ ഇപ്പൊ എന്നെ കൊണ്ട് ചെയ്യാവുന്നത് ഇതേ ഉള്ളൂ. ഒരു കണക്കിന് ശരിയാ. അഴിമതി കാണിച്ചതിന്റെ പേരിൽ ഏതെങ്കിലും മന്ത്രി ശിക്ഷിച്ചിട്ടുണ്ടോ ഇവിടെ? ആരെങ്കിലും രാജിവെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പെണ്ണേസിലേ ഉണ്ടായിട്ടുള്ളൂ. നമ്മുടെ കേസിന് ഇതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടാവും വക്കീലേ? ഏയ്, ഇപ്പൊ ഇത്രയും മീഡിയ പബ്ലിസിറ്റി വിഷയത്തിന് കിട്ടിയ സ്ഥിതിക്ക് ജുഡീഷ്യറിയെ അത്ര എളുപ്പത്തിലൊന്നും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് ഗുണം ചെയ്യൂ. നിങ്ങൾ ഇങ്ങനെ കേസെന്നും പറഞ്ഞ് നടന്നു. ഇവിടെ ഒരു വികസനം വരാൻ സമ്മതിക്കരുത് ഏട്ടാ. CMC കാരുടെ ഫാക്ടറിയുടെ വന്നാ ഇവിടെയുള്ള 100 പേർക്ക് ജോലി കിട്ടുക. അതുകൊണ്ട് എന്ത് പ്രയോജനം സുധി? നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റണ്ടേ? അല്ലെങ്കിൽ തന്നെ തുഴ പിടിക്കാൻ നമുക്ക് എന്തിനാ ഈ ഫാക്ടറി പണി? നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. കൂട്ടിന് നന്ദേട്ടനും. നീ ഒന്ന് വായെടുക്കടാ. ഓ, ഒന്ന് പള്ളിക്കൂടം കയറി ഇറങ്ങിന്ന് വെച്ചു. ഓ, ഭയങ്കര അങ്ങ് വികസനവാദിയായി പോയി. ഏയ്, അവനവന്റെ അഭിപ്രായം പറഞ്ഞോട്ടെ. നീ വന്നേ. നീ ഇന്ന് ഓഫീസിൽ പോകണില്ലേ? ഇന്ന് കോട്ടയത്താ മെയിൻ്റെനൻസ്. അനുചേച്ചിനെ അവിടെ വെച്ച് കാണാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ മത്തായി, നല്ല കോളാണ്. കൂരിയാണ്. കാറിൽ വെക്കട്ടെ വക്കില്ലേ? വേണ്ട വേണ്ട, വീട്ടിൽ അനുവില്ല. എനിക്ക് തന്നെ പണിയാവും. വിധി ഞങ്ങൾക്ക് അനുകൂലമാവില്ല വക്കീലെ. ഞങ്ങൾക്ക് ഇവിടെ തന്നെ ജീവിക്കാൻ കഴിയൂലേ? ധൈര്യമായിട്ടിരിക്കേണ്ട നബിസുമ. സത്യം നമ്മുടെ കൂടെയല്ലേ. അതിനെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല. വരട്ടെ. ഉത്സവം അടുത്ത വർഷവും വരും സത്യൻ. എല്ലാ കൊല്ലവും കൂടുന്നതല്ലേ. ഈ ഒരു പ്രാവശ്യം അങ്ങ് ക്ഷമിക്കേ. അല്ല, ഇക്കൊല്ലം ഇരട്ടത്തായമ്പക, പഞ്ചവാദ്യം, പള്ളിവേട്ട, വെടിക്കെട്ട്, പാണ്ഡിമേളം. വേറെന്തെങ്കിലും? സാറേ, ഈ ലീവ് എങ്ങനെയെങ്കിലും ഒന്ന് ഒപ്പിച്ചു തന്നേ പറ്റൂ. എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞാൽ എങ്ങനെയാ സത്യ? യു ഹാവ് ടു ഓണർ യുവർ കമ്മിറ്റ്മെന്റ്സ്. ഓഡിറ്റിങ്ങിനുള്ള എല്ലാ വർക്കും ഞാൻ ഇന്ന് തന്നെ തീർത്തോളാം. എത്ര രാത്രിയായാലും. വെരിഫിക്കേഷനും കഴിഞ്ഞ് റിപ്പോർട്ടും മെയിൽ ചെയ്തിട്ടേ ഞാൻ പോകും. അതുപോലെ എനിക്കത് ചെയ്യാൻ പറ്റുമെന്ന് സാറിന് വിശ്വാസമില്ലേ? അതല്ല. അപ്പൊ അങ്ങനെ തന്നെ. അല്ല സത്യൻ,